നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോയത്. നമ്മൾ എന്ത് ജ്യൂസാണ് ആദ്യം ഉണ്ടാക്കുന്നത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഹബിസ്കസ് ആണ് കേട്ടോ. ഹബിസ്കസിന്റെ ജ്യൂസാണ്. ഞാൻ ഉഗാണ്ടയിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് ഹബിസ്കസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മൾ ഒരു പ്രാവശ്യം ജ്യൂസ് ഉണ്ടാക്കി നോക്കി. പിന്നെ നമ്മൾ പൈനാപ്പിൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇന്നൊരു ഹബിസ്കസ് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് അല്ലേ അല്ലുമ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഹബിസ്കസ് ജ്യൂസ് ഉണ്ടാക്കാമല്ലോ. ഫസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് ഇനി ഇതിനകത്താണ് കഴുകി വെച്ചേക്കുന്ന ഹബിസ്കസ് ഇടാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. നമ്മൾ മെയിനായിട്ട് ഇടുന്നത് പൈനാപ്പിൾ ആയിരിക്കും. പൈനാപ്പിളിൻ്റെ തോടോട് കൂടിയായിരിക്കും നമ്മൾ ഉഗാണ്ടയിൽ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇടാറ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബീട്രൂട്ട് ഇടാം. പക്ഷേ ഇപ്പോൾ നമുക്ക് രണ്ട് സാധനങ്ങളും ഇല്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹബിസ്കസ് മാത്രമാണ് ഇടുന്നത്. ഇനി ഒരു 20 മിനിറ്റ്സ് ഇതൊന്ന് തിളച്ച് നല്ല കളറായിട്ട് വരണം. ഹബിസ്കസിൽ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അല്ലേ കണ്ടോ? യെസ്, നന്നായിട്ട് തിളച്ച് തുടങ്ങി. അതുപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ അടിപൊളിയായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് 5-10 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ അന്ന് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പൈനാപ്പിളൊക്കെ ഇട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ട് ഇത് സാധാരണയായിട്ട്, അതായത് വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇടാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഇത് നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. വേറെ ഏതെങ്കിലും ജ്യൂസ്, പ്രത്യേകിച്ച് നമ്മുടെ മാംഗോ ജ്യൂസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല കളറും ടേസ്റ്റും ആയിരിക്കും. അത് അടിപൊളി കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്ത് കുറച്ച് സമയം നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. അങ്ങനെ ഞങ്ങളുടെ ഹബിസ്കസ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ പഞ്ചസാരയും അതുപോലെ തന്നെ നാരങ്ങയും കൂടി, ഇച്ചിരി നാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഒരു ചെറിയൊരു തണുപ്പേ വന്നിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ സറപ്പായിട്ട് നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ ഞങ്ങളുടെ ആഫ്രിക്കൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആരാ കുടിച്ചേക്കുന്നത്? അല്ലോണം ഹാപ്പിയാണോ? ഓക്കെ, കുടിച്ചോ. അലിസ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? നമുക്ക് അടുത്ത പ്രാവശ്യം മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതും കൂടി ആഡ് ചെയ്ത് കുടിക്കാം. ഓക്കെ, ഹാപ്പി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹബിസ്കസ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പോരായ്മ നമുക്ക് പൈനാപ്പിൾ ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം പൈനാപ്പിൾ ചെയ്യാം. ഓക്കെ, ബൈ ബൈ.